അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടൽ ഇസ്ലാമിന്റെ മഹനീയമായ മാനുഷിക മൂല്യങ്ങളുടെ പ്രതിഫലനമാണ്. ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ യമൻ ഭരണകൂടത്തോടും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും ആശയവിനിമയം നടത്തിയ കാന്തപുരം ഉസ്താദിന്റെ ഈ ശ്രമം അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെയും കാരുണ്യത്തിന്റെയും മാതൃകയാണ്. നിമിഷപ്രിയ 2017 യമൻ പൗരനായ തലാൽ അബ്ദുമഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ 2020 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. 2023 അവരുടെ അപ്പീൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ തള്ളിയതോടെ ശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികൾ അടഞ്ഞു. ഈ സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദ് യമനിലെ സുന്നി പണ്ഡിതനായ സയ്യിദ് ഉമർ ഹഫീസ് വഴി തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾക്ക് വഴിയൊരുക്കി മോചനത്തിനുള്ള പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. ഇസ്ലാമിൽ മനുഷ്യജീവന്റെ മൂല്യം അത്യന്തം ഉയർന്നതാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ആരെങ്കിലും ഒരു ജീവനെ കൊല്ലാതെ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നുവെങ്കിൽ അവൻ മനുഷ്യരെ മുഴുവനും രക്ഷിച്ചവനെപ്പോലെയാണ്. ഈ വചനം മനുഷ്യജീവന്റെ പവിത്രതയും അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നു. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഈ ഇസ്ലാമിക തത്വത്തിന്റെ പ്രായോഗിക പ്രതിഫലനമാണ്. ഇസ്ലാം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു, നിന്റെ സഹോദരന്റെ ദുരിതം ലഘൂകരിക്കുന്നവൻ അല്ലാഹു അവന്റെ ദുരിതം ലഘൂകരിക്കും. ദേശമത ജാതി വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ കാരുണ്യ സന്ദേശത്തിന്റെ ഹൃദയഭാഗമാണ്. കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനം ഈ മഹത്തായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ ഐക്യവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ്. ഇസ്ലാമിന്റെ കരുണാമയമായ മുഖം ലോകത്തിനു മുന്നിൽ പ്രകടമാക്കുന്ന ഈ പ്രവൃത്തി മനുഷ്യരെല്ലാം ഒന്നാണെന്നും ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് മനുഷ്യത്വത്തിന്റെ വിജയമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഒരു മത സാമുദായിക നേതാവ് അഥവാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു മനുഷ്യജീവനു വേണ്ടി യമൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയിരിക്കുന്നു. യമന് പൗരന്റെ ബന്ധുക്കളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്നറിയുന്നു. ആശാവഹമായ മറുപടി ലഭിച്ചതായും വിവരമുണ്ട്. ചിലരുടെ ചില സന്ദർഭങ്ങളിലെ ഇടപെടലുകൾ പ്രതീക്ഷയാണ്. അല്ലാഹു പ്രിയപ്പെട്ട ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.